സത്യം സത്യമാ. വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൻ്റെ കേൾവിക്കായിട്ട് വളരെ താല്പര്യത്തോടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ മുൻപിലുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായി, ആലോചനയ്ക്കായി മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ളതായ ചില വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12 മുതലുള്ളതായ വാക്യങ്ങൾ. പിറ്റേന്നാൾ അവർ ബേഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്കൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. 20-ാം വാക്യം. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു കാര്യമാണ് നാം ഈ വേദഭാഗത്ത് വായിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ഇവിടെ ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവും ശിഷ്യന്മാരും ഒരുമിച്ചുള്ളതായ ഒരു രംഗമാണ് നാം വായിക്കുന്നത്. ഇവിടെ അവർ കടന്നു പോരുമ്പോൾ കർത്താവിന് വിശക്കുന്നു. ഒരുപക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായിട്ടുള്ളതായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല, നമുക്കറിഞ്ഞുകൂടാ. എന്തു തന്നെയായിരുന്നാലും അതിനെ തുടർന്ന് നടക്കുന്നതായ ഒരു സംഭവമാണ് നാം ഇവിടെ വായിച്ച് കേൾക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും അതിനെ തുടർന്ന് നടക്കുന്ന ആ സംഭവത്തെ ഒരു നല്ല പാഠത്തിനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നത്, ഒരു നല്ല ഒബ്ജക്റ്റ് ലെസനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് അത്തിയെ ശപിക്കുന്നതും അത്തി ഉണങ്ങിപ്പോകുന്നതുമായ ഈ സംഭവം അനേക വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളതായ ഒരു സംഭവമാണ്. ആളുകൾ പല നിലകളിൽ ചിന്തിക്കാറുണ്ട്, അത്ഭുതകരമായിട്ടുള്ള ഒരു ദൈവിക ശക്തി ഈ നിലയിൽ വേസ്റ്റാക്കി കളയുന്നത് ഒട്ടും നല്ലതല്ല എന്നുള്ള നിലയിൽ വിമർശന വിധേയമാക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അല്ലെങ്കിൽ ഈ നിലയിൽ കോപിച്ച് ഒരു അത്തിമരത്തെ ഉണക്കിക്കളയുന്നത് അതൊട്ടും യോഗ്യമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. എന്നാൽ ഈ സംഭവത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ ആ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലും അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലമൊക്കെ നാം പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സാധാരണയായി പലസ്തീൻ നാടുകളിലുള്ള ഈ ഒരു അത്തിവൃക്ഷത്തിൽ മാർച്ച്, ഏപ്രിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ, ആ ഒരു സമയങ്ങളിൽ സാധാരണ അതിൽ ഇലകൾ ഉണ്ടാകുന്നതിന് മുന്നമേ അങ്ങിങ്ങായിട്ട് ചില തലക്കനികൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുണ്ടാകുന്ന അത്തിപ്പഴങ്ങൾ കഴിക്കുന്നതിന് മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് വരികിലും ശരിയായ വിളവിൻ്റെ സമയത്തുണ്ടാകുന്ന അത്തിപ്പഴം പോലെ അത്ര രുചികരമായ അത്തിപ്പഴങ്ങളല്ല സാധാരണ തലക്കനികളായിട്ട് ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന അത്തിപ്പഴങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അത്തിപ്പഴങ്ങൾ പൊതുവെ വിൽപ്പനയ്ക്കായിട്ടോ മറ്റും ഉപയോഗിക്കുന്ന ഒന്നല്ല. എന്നാൽ ഈ അത്തിപ്പഴങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇനിയും വരുവാനായിട്ടുള്ള വളരെ മനോഹരമായ ഒരു വിളവെടുപ്പിൻ്റെ നാന്ദിയാണ് വാസ്തവത്തിൽ ഈ കാലഘട്ടങ്ങളിൽ, ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന അത്തിപ്പഴം എന്ന് പറയുന്നത്. ഇവിടെ മർക്കോസ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്നും കൂടെ മർക്കോസ് രേഖപ്പെടുത്തുന്നത് നമുക്കിവിടെ വായിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമുക്കറിയാവുന്നതുപോലെ മർക്കോസ് ഇത് എഴുതുമ്പോൾ പ്രധാനമായിട്ട് അദ്ദേഹം ഉന്നം വയ്ക്കുന്നത് നോൺ പലസ്തീനിയനായിട്ടുള്ള വായനക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മർക്കോസ് ഇത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിലുള്ള ആളുകൾക്ക് ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നിട്ടും, അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അത്തിപ്പഴത്തിൻ്റെ ആ ഒരു കാലമല്ലാതിരുന്നിട്ടും എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ അത്തിമരത്തിൻ്റെ അടുക്കിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, കർത്താവ് പ്രതീക്ഷിച്ചത് ഈ തലക്കനികൾ അന്വേഷിച്ചുകൊണ്ടാണ് കർത്താവ് വന്നത്. എന്നാൽ കർത്താവ് പ്രതീക്ഷിച്ച ഈ അത്തിപ്പഴങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്നും ഇവിടെ മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. പുറമേ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അത്തിമരം ഇലകളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു അത്തിമരമായിരുന്നു. അപ്പോൾ പുറമേ നോക്കിയാൽ ഇതിൽ നിശ്ചയമായിട്ടും
ചില പഴങ്ങൾ കാണും എന്ന് ഏതൊരാൾക്കും തോന്നും. എന്നാൽ കർത്താവ് ഇതിനോട് സമീപിച്ചപ്പോൾ കാണുവാനായിട്ട് കഴിഞ്ഞത് ഇലകളാൽ സമ്പന്നമായിട്ടിരിക്കുന്ന ഒരു അത്തിമരം മാത്രമാണ്. വാസ്തവത്തിൽ ഇലകളാൽ സമ്പന്നമായിട്ട് ഇരിക്കുന്ന ഈ ഒരു അത്തിമരം സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഇസ്രയേലുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ കർത്താവ് അതിനോട് ചേർത്ത് ചില പാഠവിഷയമാക്കുന്നത് നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഇലകളാൽ സമൃദ്ധമായിട്ട് നിൽക്കുന്ന ഈ അത്തിമരം പ്രതിനിധാനം ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ അവിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിനെ നിരാകരിക്കുന്ന വലിയൊരു കൂട്ടം ഇസ്രയേലിനെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. കർത്താവ് ആ തലമുറയിലേക്ക് വളരെ പ്രതീക്ഷയോടെ കടന്നു വരികയാണ്. ചില ഫലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, ചില ആത്മീയ ഫലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആ തലമുറയിലേക്ക് കർത്താവ് പ്രതീക്ഷയോടെ കടന്നു വരികയാണ്. എന്നാൽ ഫലങ്ങളൊന്നും കർത്താവിന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ഇലകളാൽ സമ്പന്നമാണ്. ബാഹ്യമായിട്ടുള്ളതായ പരിപാടികൾക്ക് യാതൊരുവിധമായിട്ടുള്ള കുറവുകളില്ല. ആചാര അനുഷ്ഠാനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. കർമ്മങ്ങൾക്കും മറ്റ് ക്രിയകൾക്കും യാതൊരു കുറവുമില്ല. ആഘോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല. എന്നാൽ കർത്താവ് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ചില ആന്തരിക ഫലങ്ങൾ അത് കർത്താവിനൊരിക്കലും കാണുവാനായിട്ട് കർത്താവിന് സാധിച്ചില്ല. ഇലകളാൽ സമ്പന്നമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോഴും ഇതൊരു തരത്തിൽ യാഥാർത്ഥ്യമല്ലേ? ഇലകളാൽ പലപ്പോഴും സമ്പന്നമാണ്. ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങൾ, ബാഹ്യമായിട്ടുള്ള പരിപാടികളൊക്കെയും കാണുമ്പോൾ നിശ്ചയമായിട്ടും ഇതിൽ ചില ആന്തരികമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും എന്നൊരു പക്ഷേ കാഴ്ചക്കാരന് തോന്നുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഈ ബാഹ്യമായിട്ടുള്ള പുറമോടികളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നത് വലിയ ഒരു പരാജയമല്ലേ? എന്തൊക്കെയാണെങ്കിലും ഇത് കർത്താവ് ഒരു നല്ല പാഠം വിഷയമാക്കുന്നത് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള ഒരു നല്ല പാഠം എന്ന് പറയുന്നത് ഫലമുള്ളവരായിട്ട് തീരുക, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് തീരുക എന്നത് ദൈവിക നിർബന്ധമുള്ള കാര്യമാണ് എന്ന കാര്യം നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഭാഗത്തു നിന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയും. കാരണം ഫലരഹിതമായിരുന്ന ഈ അത്തിയെ കർത്താവ് ശപിക്കുന്നതും അത് ഉണങ്ങിപ്പോകുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഫലം എന്തെങ്കിലും പുറപ്പെടുവിക്കുക എന്നത് കർത്താവിന് നിർബന്ധമുള്ള കാര്യമാണ് എന്നത് വാസ്തവമാണ്. അത് വേറെ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഉള്ള ഒന്നാകരുത്. കർത്താവിൻ്റെ മുൻപാകെ അത്യധികം നിർബന്ധമുള്ള ഒന്നാണ് ഫലം എന്നത് നമുക്ക് തിരുവെഴുത്തിലും കാണാനായിട്ട് കഴിയും. മറ്റനേക വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഫലം പുറപ്പെടുവിക്കുന്നതായ ആ മുന്തിരിവള്ളിയെക്കുറിച്ചൊക്കെയുള്ളതായ ചിത്രം നമുക്ക് അവിടെയും വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഫലമുള്ളവരായിട്ട് തീരുക. നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് ഇന്ന് നോക്കുമ്പോൾ എന്ത് ആത്മീയ ഫലമാണ് നമുക്ക് കർത്താവിൻ്റെ മുമ്പാകെ കാണിക്കുവാനായിട്ടുള്ളത്, കർത്താവിൻ്റെ മുമ്പാകെ സമർപ്പിക്കുവാനായിട്ട് നമുക്കുള്ളത്. ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ ബാഹ്യമായ കാര്യങ്ങൾ ധാരാളം നമ്മുടെ ജീവിതങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് നമ്മുടെ ജീവിതങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ എന്ത് ആത്മീയ ഫലമാണ് കർത്താവിന് കാണുവാനായിട്ട് ഉള്ളത്? ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ മറ്റൊരു ഭാഗത്ത് ഗലാത്യ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്ന് തുടങ്ങിയ ആത്മാവിൻ്റെ ഫലത്തെ നമുക്ക് ആ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ നോക്കുമ്പോൾ കർത്താവിന് എന്താണ് കാണുവാനായിട്ട് ഉള്ളത്? ഈ ജനത്തിൻ്റെ അടുക്കിലേക്ക് കർത്താവ് കടന്നു വന്നു. ചില ആത്മീയ ഫലം കർത്താവ് അവരിൽ നിന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ആ തലമുറയിൽ അത് കർത്താവിന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു അത് ഉണങ്ങിപ്പോകട്ടെ എന്നുള്ള നിലയിൽ കർത്താവ് അതിനെ ശപിക്കുന്നു. അത് ഉണങ്ങിപ്പോകുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ വരുവാനായിട്ടുള്ള ദൈവിക ശിക്ഷാവിധിയെ സൂചിപ്പിക്കുന്നതായിരുന്നു ഈ ഒരു വലിയ സംഭവം എന്ന് നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതങ്ങളും ഫലമുള്ളതാകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഫലകരമായ ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. കർത്താവിനായിട്ട് ഫലം കായ്ക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ? ദൈവം അത് നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. ഇനിയും താഴേക്ക് വരുമ്പോൾ അതിനോട് ചേർന്ന് മറ്റൊരു സംഭവം കൂടെ നമുക്ക് ചേർത്ത് വായിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ആ വേദഭാഗം വളരെ വേഗത്തിൽ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. താഴേക്കുള്ളതായ വേദഭാഗങ്ങളിലേക്ക് ഇപ്രകാരം നാം വായിക്കുന്നു. 15 മുതലുള്ളതായ വാക്യങ്ങൾ. അവർ യെരൂശലേമിൽ എത്തിയപ്പോൾ
അവൻ ദൈവാലയത്തിൽ കടന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. പുരുഷാരമെല്ലാം അവൻ്റെ ഉപദേശത്തിൽ അതിശയിക്കിയാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു. ഈ സംഭവത്തിന് ശേഷം നമ്മുടെ കർത്താവ് നേരെ പ്രവേശിക്കുന്നത് ആലയത്തിലേക്കാണ്. യെരൂശലേമിലെ ആലയത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് മാർക്കോസ് രേഖപ്പെടുത്തുന്നതാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആലയം എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ വിഷയമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള നിർമ്മിതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഈ ആലയമായിരുന്നു. നമുക്കറിയാം, അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുന്നത് മോറിയാമലയിലാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഈ സ്ഥലം അനേക നാളുകൾക്ക് ശേഷം ദാവീദ് രാജാവ് ഒർണാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും വില കൊടുത്ത് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ഒന്ന് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അങ്ങനെ BC 988 കാലഘട്ടത്തിൽ ദാവീദ് രാജാവ് ആ നിലം വില കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട്. പിന്നെയും വർഷങ്ങൾ മുന്നോട്ട് പോയി ഏകദേശം BC 966 കാലഘട്ടത്തിൽ ശലോമോൻ രാജാവ് ഒരു വലിയ പ്രൗഢഗംഭീരമായ ഒരു ആലയം ആ സ്ഥലത്ത് പണിയുന്നത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ആ ആലയം ചില നൂറ്റാണ്ടുകൾ നിലനിന്നു. എന്നാൽ പിന്നീട് BC 586 കാലഘട്ടങ്ങളിൽ ബാബിലോന്യർ വന്ന് ആക്രമിക്കുകയും ശലോമോൻ പണിത ആ വലിയ മഹത്തരമായ ആലയത്തെ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം BC 520 പിന്നെയും അതിൻ്റെ പണി പുനരാരംഭിച്ചു. BC 516, 515 കാലഘട്ടങ്ങളിൽ പിന്നെയും പഴയ ആലയം നിലനിന്നിരുന്നതായ സ്ഥലത്ത് പുതിയതായിട്ട് ഒരു ആലയം പണിതു. താരതമ്യേന ചെറിയ ഒരു ആലയമായിരുന്നു എങ്കിലും മഹാനായ ഹെരോദാവിൻ്റെ കാലഘട്ടത്തിൽ BC 20, BC 19 കാലഘട്ടങ്ങളിൽ ഈ ആലയത്തെ ഒന്നുകൂടി വിശാലമാക്കുവാനായിട്ട് ഹെരോദാവ് തീരുമാനിക്കുകയും ഏകദേശം 46 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ ആലയത്തെ അത്യധികം വിശാലമായ വലിയ ഒരു നിർമ്മിതിയാക്കി അദ്ദേഹം പണിയുകയും ചെയ്തു. ഈ ആലയത്തിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തു, അതിൻ്റെ ആ ഒരു ടെമ്പിൾ കോംപ്ലക്സിലേക്കാണ്, ആ ഒരു പ്രദേശത്തേക്കാണ് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്നതിനെക്കുറിച്ച് നാം ഈ വേദഭാഗത്ത് വായിക്കുന്നത്. കർത്താവ് കടന്നു വന്നതിന് ശേഷം ചെയ്ത കാര്യത്തെക്കുറിച്ചും നാം ഈ വായിച്ചതായ വേദഭാഗത്ത് നമുക്ക് ഇതിനോടകം കണ്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവ് ചെയ്ത കാര്യത്തെക്കുറിച്ച് നാം ഈ വേദഭാഗങ്ങളിൽ ഇപ്രകാരമൊക്കെ വായിക്കുന്നുണ്ട്. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. വാസ്തവത്തിൽ ഇപ്രകാരം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ആലയത്തിൻ്റെ പുറകിൽ വളരെ നിസ്തുല്യമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ദൈവിക സത്യങ്ങളെ ജനങ്ങൾക്കും മറ്റ് വിജാതീയരായിട്ടുള്ള ആളുകൾക്കും ഒക്കെ അവരുടെ മധ്യത്തിൽ ഉദ്ഘോഷിക്കുവാനായിട്ടുള്ള അതിമഹത്തായ ഒരു സ്ഥലം, ദൈവത്തിൻ്റെ ജനത്തിന് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കുള്ള അനുഗ്രഹീതമായിട്ടുള്ള വേദി, അങ്ങനെ മഹത്തരമായ അനേകമായ ഉദ്ദേശങ്ങളായിരുന്നു വാസ്തവത്തിൽ ഇപ്രകാരം ഒരു ആലയത്തിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ആലയത്തെ ഏതെല്ലാം നിലയിൽ ആളുകൾ മലിനസമാക്കി എന്ന് നാം ഈ വേദഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടെ പല നിലകളിൽ വിൽക്കലുകളും വാങ്ങൽ പരിപാടികളൊക്കെ നടക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അവിടെ യാഗമർപ്പിക്കുവാനായിട്ട് വരുന്ന ആളുകളെ പല നിലകളിൽ കബളിപ്പിക്കുകയും അന്യായമായിട്ട് കൂലി വാങ്ങിക്കൊണ്ട് യാഗാർപ്പണത്തിനായിട്ട് പല കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന ക്രമീകരണം അവിടെ കാണുവാനായിട്ട് കഴിയും. കർത്താവ് അവരെ പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെ അവൻ മറിച്ചിട്ട് കളയുന്നതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആലയത്തിൽ അവരുടെ പണത്തിൻ്റെ ഒരു വിഹിതം അർപ്പിക്കുവാനൊക്കെയായിട്ട് വരുന്ന ആളുകളിൽ നിന്നും മോശയുടെ നിയമപ്രകാരം നിർബന്ധമായിട്ടും ആലയത്തിലേക്ക് ഇടേണ്ടതായിട്ടുള്ള ചില പണവും മറ്റും കൈമാറ്റം ചെയ്യുന്നതിനായിട്ട് വരുന്ന ആളുകളിൽ നിന്നും അന്യായമായിട്ട് വലിയ തുക കൈപ്പറ്റി അങ്ങനെ ചില ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് പറയുന്നു. അവരുടെ മേശകളെ
മറിച്ചിട്ടു. പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെ മറിച്ചിട്ട് കളയുന്നു. വലിയ മൃഗങ്ങളെയും മറ്റും യാഗം അർപ്പിക്കുവാനായിട്ട് സാമ്പത്തികമായി ഞെരുക്കമുള്ള ആളുകൾക്ക് ഈ നിലയിൽ പ്രാക്കളെ അർപ്പിക്കുവാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ പഴയ നിയമത്തിൽ കാണാനായിട്ട് കഴിയും. എന്നാൽ അതും വലിയ കച്ചവടമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തിരുന്നു. അതിനെയും കർത്താവ് അവരുടെ മേശകളെ മറിച്ചിട്ട് കളയുന്നത് വായിക്കുന്നുണ്ട്. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാനായിട്ട് സമ്മതിച്ചില്ല. പല ആളുകൾ യെരൂശലേമിലെ മറ്റ് ഭാഗങ്ങളിൽ അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു ബൈപ്പാസായിട്ട്, ഒരു എളുപ്പത്തിലുള്ളതായ ഒരു കുറുക്കുവഴിയായിട്ട് ഈ ആലയത്തിൻ്റെ ഈ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ വിശാലമായിട്ടുള്ള ഈ ഭാഗങ്ങളിലൂടെ ചില കുറുക്കുവഴികളുണ്ടാക്കി സാധനങ്ങളും മറ്റും കടത്തിക്കൊണ്ടു പോകുവാനായിട്ട് ആളുകൾ ഉപയോഗിച്ചു. കർത്താവ് ചെയ്യുന്നത് ആ പരിപാടികളൊക്കെ കർത്താവ് അവസാനിപ്പിക്കുന്നത് നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് കഴിയും. അതിനെ തുടർന്ന് കർത്താവ് പറയുന്നു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് കർത്താവ് പറയുന്നത് നാം താഴേക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആലയത്തിൽ യാഗാർപ്പണം നടത്തുന്നതിനെയോ ടെമ്പിൾ ടാക്സ് അടയ്ക്കുന്നതിനെയോ ഒന്നും കർത്താവ് വിലക്കിയില്ല. എന്നാൽ ആത്മീയമായിട്ട് വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ടിയിരുന്ന ഈ ഒരു സ്ഥലത്തെ ഈ നിലയിൽ കച്ചവടവൽക്കരിക്കുന്നതിനെതിരെ കർത്താവ് നിലപാടെടുത്തത് നമുക്കിവിടെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യം, ആത്മീയമായി ഉപയോഗശൂന്യമായവർ ജീവിതത്തിൽ ദൈവിക ശിക്ഷാവിധിയെ, ദൈവിക ബാലശിക്ഷയെ നേരിടേണ്ടതായിട്ട് വരും എന്ന കാര്യം നമുക്ക് ഈ ഭാഗങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ അവർ ഈ ലോകത്തിൽ വെളിച്ചമായിട്ട് നിലനിൽക്കേണ്ടുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. വിജാതിരായ ആളുകളുടെ മധ്യത്തിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചം വിതറേണ്ടുന്ന, ദൈവവചനത്തിലെ സത്യങ്ങളെ അറിയിക്കേണ്ടുന്ന ഒരു കൂട്ടം ജനങ്ങളായിട്ട് നിലനിൽക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ അവരതെല്ലാം വിട്ട് സ്വാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കും സ്വാർത്ഥമായിട്ടുള്ള പല താല്പര്യങ്ങൾക്കുമായിട്ട് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും അവർ മാറ്റി. എന്നാൽ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ദൈവിക ശിക്ഷാവിധി അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വന്നു. കർത്താവ് ഇവിടെ ചെയ്യുന്നതായിട്ടുള്ള ഈ കാര്യം അവരുടെ മേതെ വരുവാനായിട്ട് പോകുന്ന വലിയ ന്യായവിധിയുടെ ഒരു ചിത്രമായിരുന്നു എന്ന കാര്യം നമുക്ക് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുവാനായിട്ട് കഴിയും. അവർ ഈ ആലയത്തെ അവരുടെ അഭിമാന വിഷയമായിട്ട് അവർ കണ്ടു. എന്നാൽ കർത്താവ് പിന്നീട് ശിഷ്യന്മാരോട് തൊട്ടടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതൊക്കെയും തകർക്കപ്പെടും എന്ന് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ പിൽക്കാലത്ത് സംഭവിച്ചതായിട്ടും തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ളതായ ആത്മീയ പാപ്പരത്വത്തെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആലയത്തിൻ്റെ നിർമ്മിതിയെ ഒരു തരത്തിൽ അവരുപയോഗിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. തൊട്ടു മുകളിൽ നമ്മൾ കണ്ടതായ സംഗതി പോലെ തന്നെ ഉള്ളിലെ ഫലശൂന്യതയെ മറയ്ക്കുവാൻ ഇലകളാൽ സമ്പന്നമായിട്ട് നിൽക്കുന്ന ഒരു അത്തിമരത്തെ പോലെ തന്നെ ഇവിടെ ഇതാ അവരുടെ ഉള്ളിലുള്ളതായ അനീതികൾ, അവരുടെ ഉള്ളിലുള്ളതായ സകലവിധമായിട്ടുള്ള വൃത്തികേടുകളെയും മറയ്ക്കുന്ന ഒന്നായിട്ട് ഈ ആലയത്തിൻ്റെ അതിബൃഹത്തായ നിർമ്മിതി നിലകൊള്ളുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുറമേ നോക്കുമ്പോൾ പ്രൗഢഗംഭീരമാണ്, എന്നാൽ ഉള്ളിലേക്ക് വരുമ്പോൾ അത്യന്തം ചീഞ്ഞു നാറുന്ന ഒരാത്മീയ അവസ്ഥ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. കർത്താവ് അതിനെ കുറ്റം വിധിക്കുന്നത്, അതിനെതിരെ കർത്താവ് നിലപാടെടുക്കുന്നത്, അവരെ ബാലശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് തുടർന്ന് തിരുവചനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് ഇന്ന് പരിശോധിക്കുമ്പോൾ നാം ആത്മീയമായിട്ട് ഫലമുള്ള ആളുകളാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നോക്കുമ്പോൾ ഇലകളാൽ സമ്പന്നമായിട്ട് നിൽക്കുന്ന ഒരു ജീവിതം മാത്രമാണോ നമ്മുടേത്? കർത്താവ് നോക്കുമ്പോൾ പ്രൗഢഗംഭീരമായ ആലയത്തിൻ്റെ നിർമ്മിതി പോലെയുള്ള ഒരു ബാഹ്യമായ ചട്ടക്കൂടിലും ബാഹ്യമായ ചില കാര്യങ്ങളിലും നേട്ടങ്ങളിലും മാത്രം അഭിരമിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നാം. നമ്മുടെ ഉള്ളിൽ തക്കതായ ആത്മീയ ഫലമില്ല എന്ന് വരികിൽ ദൈവത്തിന് മുമ്പാകെ നാം നിശ്ചയമായിട്ടും കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു നാളെ വരുവാനായിട്ട് പോകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആത്മീയമായിട്ട് ഫലം കായ്ക്കുന്നില്ല? അതിൻ്റെ പിറകിലുള്ള ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപമാണ്. സ്വാർത്ഥമായ ചില ലക്ഷ്യങ്ങളിൽ, സ്വാർത്ഥമായ ചില നേട്ടങ്ങളിൽ ഒതുങ്ങിക്കൂടുവാനായിട്ടുള്ള മനുഷ്യൻ്റെ വലിയ തൃഷ്ണ. ഈ പാപം എന്ന പ്രശ്നത്തിനെ നമുക്ക് ശാശ്വതമായൊരു പരിഹാരം വരുത്തിയെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനായിട്ട് നമുക്ക് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കെങ്ങനെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് സാധിക്കും? ഞാൻ പറയട്ടെ,
നമ്മുടെ ഒരു ക്രിയകൾ കൊണ്ട്, നമ്മുടേതായ ഒരു ക്രമീകരണങ്ങൾ കൊണ്ടും പാപം എന്ന പ്രശ്നത്തിന് പരിഹാരം വരുവാനായിട്ട് പോകുന്നില്ല. അതിനുള്ള ഏക ക്രമീകരണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ കുരിശിന്മേൽ കർത്താവ് നിർവഹിച്ച ആ കാൽവരി യാഗത്തിൽ ആശ്രയിക്കുകയല്ലാതെ പാപത്തിന് പരിഹാരം വരുവാനായിട്ട് മറ്റൊരു ക്രമീകരണമില്ല എന്ന യാഥാർത്ഥ്യം നാം അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കാൽവരിയിലെ കുരിശിന്മേൽ മരിക്കുകയും 3-ാം നാൾ അവൻ മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏക രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിങ്കിൽ നിന്നും പാപമോചനവും നിത്യമായ രക്ഷയും സൗജന്യമായിട്ട് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പാപത്തിൻ്റെ പരിഹാരം ജീവിതത്തിൽ വരുത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മീയമായിട്ട് ഫലമുള്ള ആളുകളായിട്ട് തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ല എന്ന് വരികിൽ ഇലകളാൽ സമ്പന്നമായിട്ട് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം പോലെ, പ്രൗഢഗംഭീരമായ ഒരു നിർമ്മിതി പോലെ മാത്രമേ നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ ഒരു നാൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പാകെ ഇതൊക്കെ വേരോടെ ഉണങ്ങിപ്പോകും, ഇതൊക്കെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും എന്ന അതിഭയാനകമായൊരു യാഥാർത്ഥ്യത്തെ നാം ഉൾക്കൊള്ളേണ്ടതും അതിന് പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ദൈവമുമ്പാകെ ക്രമീകരിക്കേണ്ടതും ആവശ്യമാണ്. ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്ന് ഈ വചനങ്ങളെ കേട്ട ഏവർക്കും യേശുക്രിസ്തു മുഖാന്തരമുള്ളതായ സൗജന്യമായ പാപവചനവും നിത്യമായ രക്ഷയും സ്വന്തമാക്കി അതിനെ തുടർന്ന് കർത്താവിനായിട്ട് ആത്മീയമായ ഫലം കായ്ക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തെ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ.